ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. അപ്പോൾ നാളത്തെ അക്കൗണ്ടൻസി +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് 8 മാർക്ക് എസ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോ. രണ്ടും മെയിൻ ആയിട്ട് നമുക്ക് 8 മാർക്കിന് ക്രിസ്മസ് എക്സാമിനും ഓണപരീക്ഷയ്ക്കും എല്ലാം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ നോക്കുകയാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ഒരു ടെക്നിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നാളെ നമുക്ക് 8 മാർക്കിന് എന്തായാലും ഡെഫിനറ്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാവുന്ന ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരാം. നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവും, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാവും, ക്യാഷ് അറ്റ് പർച്ചേസസ് ഉണ്ട്. ഈ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ട ഐറ്റം ആണ്. ദെൻ ക്യാഷ് പർച്ചേസസ്, പെയ്ഡ് വേജസ്, ക്യാഷ് സെയിൽസ്, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, സോൾഡ് ടു സജീർ ആൻഡ് റിസീവ്ഡ് എ ചെക്ക്, then paid rent by check 2400, check received from Sajir and deposited into bank. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എമൗണ്ട് കൊടുത്തിട്ടില്ല. ഇത്തരം ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്താണ്, സജീർ എന്ന് പറഞ്ഞ ആൾക്ക് മുന്നേ നമ്മൾ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെക്കാണ് കിട്ടിയത്. ആ ചെക്ക് നമ്മൾ എന്നാണ് 25th ഡെപ്പോസിറ്റ് ചെയ്തത്. സോ ഇത് നമുക്കൊരു കോൺട്രാ എൻട്രി ആണ്. അതേപോലെ ഫസ്റ്റത്തെ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്കും നമുക്കൊരു കോൺട്രാ എൻട്രി ആണ്. കാരണം എന്താണ്, നമ്മളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതൊരു കോൺട്രാ ആണ്. അല്ലാതെ ഒരു ഡയറക്റ്റ് ഇപ്പം ഇതിന്റെ കൂടെ പറയാണ് സജീറിന്റെ വാങ്ങിയത് അന്ന് തന്നെ ചെക്കാണ് കിട്ടിയത്, ഇത് നമുക്ക് എന്തല്ല, ഒരു കോൺട്രാ എൻട്രി അല്ല. ദെൻ draw from bank for personal use, bought goods by check, received commission, paid insurance premium. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഡെബിറ്റ് സൈഡ് കൊടുക്കണം, ദെൻ ക്രെഡിറ്റ് സൈഡ് കൊടുക്കണം, ഹെഡിങ് കൊടുത്തിരിക്കുക ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ഈ ഫോർമാറ്റ് നല്ല രീതിയിൽ പഠിച്ചിരിക്കുക. നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരു ഡേറ്റ് കോളം, ദെൻ ഇവിടെയും ഒരു ഡേറ്റ് കോളം, ദെൻ പെർട്ടിക്കുലേഴ്സ്, ഇവിടെയും ഒരു പെർട്ടിക്കുലേഴ്സ്, ദെൻ ഈ സൈഡിൽ നമുക്ക് റിസീപ്റ്റ് നമ്പർ, ഇവിടെ നമുക്ക് വൗച്ചർ നമ്പർ, ദെൻ എഫ് നമുക്ക് 2 സൈഡിലും ഉണ്ടായിരിക്കണം. 2 എമൗണ്ട് കോളം ഉണ്ടാവണം. ഒന്നാമത്തത് ക്യാഷ് റുപ്പീസ് ആണ്, രണ്ടാമത്തത് ബാങ്ക് റുപ്പീസ് ആണ്. അതേപോലെ തന്നെ ക്യാഷ് റുപ്പീസ് ഇവിടെ എഴുതാം, ബാങ്ക് റുപ്പീസ് ഇവിടെ എഴുതാം. ഈ ഫോർമാറ്റ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫോർമാറ്റ് സംശയമുള്ളവരൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക, ഡീറ്റ് എഴുതാനായിട്ട് മറക്കരുത്. ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതിന് മുന്നേ നിങ്ങൾ അറിയാം ഡെബിറ്റ് സൈഡ് റിസീപ്റ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് സൈഡും ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ എല്ലാതും നമുക്ക് ഒരു ട്രാൻസാക്ഷൻ വായിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം, കയ്യിൽ നിന്ന് പെയ്ഡ് പോയി എന്ന് പറഞ്ഞാൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പൊ ഫസ്റ്റത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. നമ്മൾ ഡേറ്റ് എഴുതണം. ഇവിടെ ഫസ്റ്റ് 3 and 8 ആണ് ഡേറ്റ്. നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2 എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 7000 റുപ്പീസ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് 4000 റുപ്പീസ് ആണ്. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ അവിടെ കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്, ഇനി നമ്മൾ ഓരോന്നും റിസീപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ നോക്കാൻ പോവാണ് കേട്ടോ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസസ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. സോ നമ്മൾ പേയ്മെന്റ് സൈഡിൽ വരുന്നു, എമൗണ്ട് ഡേറ്റ് എഴുതുന്നു, 338 ആണ്. നമ്മൾ ബൈ പർച്ചേസസ്, ക്യാഷ് പർച്ചേസസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാഷ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു, ബാങ്കിൽ ഒരു ഡാഷ് ഇടുന്നു. ദെൻ നെക്സ്റ്റ് വൺ പെയ്ഡ് വേജസ്. എഗെയിൻ നമ്മൾക്ക് പേയ്മെന്റ് ആണ്, നമ്മൾ ഡേറ്റ് എഴുതുക, വേജസ്. ഇവിടെ നമുക്ക് ചെക്കുന്നൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ക്യാഷ് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. ദെൻ ക്യാഷ് സെയിൽസ്, സെയിൽസ് ആണ്. സെയിൽസ് നമുക്ക് എന്താണ്, റിസീപ്റ്റ് ആണ് അല്ലെ. അപ്പം നമ്മൾ റിസീപ്റ്റ് സൈഡിലേക്ക് വരികയാണ്. നമുക്ക് സെയിൽ നടത്തുമ്പോൾ കാശ് കയ്യിലേക്ക് കിട്ടുകയാണ്, അതുകൊണ്ടാണ് നമ്മളത് റിസീപ്റ്റ് സൈഡിൽ എഴുതുന്നത്. സെയിൽസ് ക്യാഷ് സെയിൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എമൗണ്ട് ക്യാഷിൽ എഴുതുന്നു. ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഒരു കോൺട്രാ എൻട്രി ആണ്. 2 സൈഡിലും നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻസ് വരും. ഡേറ്റ് 15. നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരിക, ഡേറ്റ് എഴുതുന്നു, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് എമൗണ്ട് കോളത്തിലാണ് 12,000. ഒപ്പം തന്നെ കോൺട്രാ എൻട്രി എന്നറിയാൻ ഒരു സി എന്ന് പറയുന്നത് LF ഇടാം. അതേപോലെ ഒപ്പം അതേ ഡേറ്റ് തന്നെ ഓൺ ദി സ്പോട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് ഇടുന്നു. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷിൽ എമൗണ്ട് ചെയ്ത 12,000. ഓക്കെ,
ചെറിയൊരു ഡാഷ് ഇട്ട് കൊടുക്കാം. സി നമ്മൾ കോൺട്രയാണെന്ന് അറിയാൻ വേണ്ടി സി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് കോൺട്ര എൻട്രി. ദെൻ സോൾഡ് ഗുഡ്സ് ടു സജീർ ആൻഡ് റിസീവ്ഡ് ചെക്ക്. നമുക്ക് അഗെയിൻ സെയിൽസ് ആണ്, സജീറിൻ്റെ കയ്യിൽ നിന്നാണ്, ഈ സൈഡിലാണ് നമുക്ക് വരിക. നമ്മൾ എമൗണ്ട് ഡേറ്റ് ചെയ്ത 20th സജീറാണ്, നമുക്ക് ചെക്കാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്യാഷ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മളത് എവിടെ എഴുതാം? നമ്മളത് ബാങ്ക് എമൗണ്ട് കോളത്തിൽ എഴുതാം. ദെൻ പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്, പേയ്മെൻ്റ് ആണ്. നമ്മൾ 22 ഡേറ്റ് എഴുതുന്നു. ദെൻ റെൻ്റാണ്, റെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക്, സോ ക്യാഷ് റുപ്പീസിൽ എഴുതരുത്, നമ്മൾ എമൗണ്ട് ബാങ്ക് റുപ്പീസിൽ എഴുതുന്നു. ദെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം സജീർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അത് നമുക്ക് കോൺട്ര എൻട്രി ആണ്. എഗെയിൻ നമ്മൾ ഡേറ്റ് എഴുതുക, എന്നിട്ട് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. ഇവിടെയും നമ്മൾ അതേ ഡേറ്റ് ഇടുക, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എമൗണ്ട് കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതും. ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടിയിരുന്നില്ല. എന്തായിരുന്നു കാരണം? നമുക്ക് എമൗണ്ട് ഓൾറെഡി മുന്നേ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ എമൗണ്ട് ഇടാഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എമൗണ്ട് നോക്കിയിരിക്കരുത്. തൊട്ട് മുന്നത്തെ ട്രാൻസാക്ഷനിൽ സജീർ എന്ന് പറഞ്ഞ ആളുടെ വല്ല ട്രാൻസാക്ഷനും നടന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസ് നമ്മൾ പിൻവലിക്കുകയാണ്, പേയ്മെൻറ്റ് സൈഡിലാണ് വരിക. പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നു. ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് വരുന്നത് 2000 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 2000 റുപ്പീസ് ക്യാഷ് എമൗണ്ട്, നമുക്ക് എമൗണ്ട് ഡ്രോയിങ്സ് നമ്മൾ ക്യാഷ് പിൻവലിക്കുന്നത് എവിടെ നിന്നാണ്? ബാങ്കിൽ നിന്നാണ്. സോ നമ്മൾ ബാങ്ക് എമൗണ്ട് കോളത്തിൽ വേണം ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് എഴുതാനായിട്ട് കേട്ടോ. അത്രയും കാര്യങ്ങൾ ചെയ്യുക. ദെൻ അടുത്ത ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിസീവ്ഡ് കമ്മീഷൻ. 3 ട്രാൻസാക്ഷനും കൂടി ഉണ്ട്. ബോട്ട് ഗുഡ്സ് ബൈ ചെക്ക്, ഗുഡ്സ് വാങ്ങി ചെക്കിനെ. സോ നമ്മൾ എന്ത് ചെയ്യുക? സെയിം എന്താണ്, പേയ്മെൻറ്റ് സൈഡിൽ വരുന്നു. ഗുഡ്സ് വാങ്ങി പർച്ചേസസ് ആണ്, ചെക്കാണ്. സോ 2000 റുപ്പീസ് നമ്മളിവിടെ എഴുതി. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസീവ്ഡ് കമ്മീഷൻ, റിസീപ്റ്റ് സൈഡാണ്. റിസീപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡാണ് വരിക. ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് ഇടുക. ആദ്യം ഡേറ്റ് ഇടുക. നിങ്ങൾ ഡേറ്റൊക്കെ ഇട്ടോളോ. കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എമൗണ്ട് കോളത്തിൽ ക്യാഷ് റുപ്പീസ് ആണ്, കാരണം നമുക്ക് ചെക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കമ്മീഷൻ എഴുതുക. ദെൻ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ആണ്, അത് നമുക്ക് പേയ്മെൻറ്റ് സൈഡാണ്. സോ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1200 എഴുതുന്നു. ഇത്രയാണ് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഇനി വരാത്തൊരു കോൺട്ര എൻട്രി, വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. പേഴ്സണൽ യൂസ് ആണെങ്കിൽ ഒരിക്കലും അത് കോൺട്ര എൻട്രി അല്ല, അത് ഡ്രോയിങ്സ് ആണ്. ഓഫീസ് യൂസ് ആണെങ്കിൽ നമ്മളത് എന്താണ്? നമുക്കതൊരു കോൺട്ര എൻട്രി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൽ എഴുതുന്നു. വിഡ്രോ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ബാങ്ക് എന്ന് എഴുതാം, ഇവിടെ ക്യാഷ് എമൗണ്ടിൽ എഴുതാം. ഇവിടെ ക്യാഷ് എന്ന് എഴുതാം, ഇവിടെ ബാങ്ക് എമൗണ്ട് കോളത്തിൽ എഴുതാം. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓഫീസ് യൂസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, നമുക്ക് ആ ഒരു ഇത് വരുന്നുള്ളൂ. ഇനി നമ്മൾ നോർമലി ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ്? 2 എമൗണ്ടുകൾ സെപ്പറേറ്റ് ബാലൻസ് ചെയ്യുക. നമ്മൾക്ക് ആദ്യം ക്യാഷ് എമൗണ്ടുകളും ബാലൻസ് ചെയ്ത് നോക്കാം. ക്യാഷ് എമൗണ്ടുകളും നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ 28,500 ആണ് നമുക്ക് ടോട്ടലി വരിക. സോ 28,500 ഇവിടെ എഴുതുന്നു, 28,500 ഇവിടെ എഴുതുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സൈഡ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 10,500 ആണ് ആൻസർ വരുന്നത്. ഇത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ എഴുതണം. ദെൻ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് ഇപ്പുറത്ത് എഴുതണം കേട്ടോ. ഇവിടെ കൂടി എഴുതി വെച്ചാലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ ബാങ്ക് എമൗണ്ട് കോളം നമുക്ക് 18,000 രൂപയാണ്. ഈ സൈഡാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് ആയ കാരണമാണ് അവിടെ എമൗണ്ട് കൂടുതൽ. അതിന് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്കൊരു 11,600 ആണ് ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കാണിക്കണം. 10,500 11,600 എന്നിട്ട് കാണിക്കണം. എങ്കിലും നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് അവിടെ പ്രിപ്പറേഷൻസ് കഴിയുള്ളൂ. ഇത്രയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു അധികം ടൈമൊന്നും നമുക്ക് വേണ്ട. ആക്ച്വലി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലായി കോൺട്ര എൻട്രി ഏതാണെന്ന് നോക്കി വെച്ചാൽ തീരെ ടൈമില്ല, ജസ്റ്റ് വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷനാണ്. ഓക്കെ, ഇതാണ് നമുക്ക് 8 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 ട്രാൻസാക്ഷൻസ് തരും. 8 മാർക്ക് തന്നെയാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം റൂൾസ് ആണ്. നമുക്ക് റൂൾസ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. റൂൾസ് എന്ന് പറയുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്,
ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഓക്കെ, ദെൻ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ്. ദെൻ ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ്. അതേപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ദെൻ ഡ്രോയിങ്സ് നമുക്ക് പിൻവലിക്കുന്നതാണ്. എപ്പോഴും നമുക്ക് ഡ്രോയിങ്സ് വരുമ്പോൾ ഡെബിറ്റ് ആണ്. ദെൻ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ്. എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആണ്. ദെൻ ഇൻകം നമുക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഇൻകം നമുക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണ്. ദെൻ ഇതിൽ വരാത്ത 2-3 ഐറ്റംസ് ഉണ്ട്. ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് ക്രെഡിറ്റ് ആണ് എങ്കിൽ സെയിൽസ് റിട്ടേൺ നമുക്ക് എന്താണ്? ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ്. ദെൻ പർച്ചേസസ് ഡെബിറ്റ് ആണ്. സോ പർച്ചേസസ് റിട്ടേൺ എന്താണ്? നമുക്ക് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരു 20 ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് കിട്ടും. 20 ട്രാൻസാക്ഷൻസിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി വരെ എന്താണ്? ആരാണോ അയാൾ ക്യാഷ് കൊണ്ടുവന്നുണ്ടാവുമല്ലോ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പം എ ആണെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് എമൗണ്ട് എഴുതുക. 2 സൈഡിലും ഒരേ എമൗണ്ട്. ഇപ്പോൾ 1 lakh ആണെങ്കിൽ 1 lakh 2 സൈഡിലും എഴുതുക. എന്നിട്ട് നരേഷൻ എഴുതുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ നരേഷൻ. സ്റ്റാർട്ടഡ് ബിസിനസ് കണ്ടോ? ഇതേപോലെ കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ അവിടെ കഴിഞ്ഞു. ദെൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ഓൺ ക്യാഷിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി വരാവുന്ന ജേണൽ എൻട്രീസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. എമൗണ്ട് എഴുതുന്നു, നരേഷൻ എഴുതുന്നു. ദെൻ സെയിൽ നടത്തുമ്പോൾ സെയിൽസ് ഓൺ ക്യാഷ്. ക്യാഷിൽ നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്താണ്? ക്യാഷ് കയ്യിലേക്ക് കിട്ടുകയാണ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇതൊക്കെ നല്ല എളുപ്പമാണ്. സെയിൽസ് നമുക്ക് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. പർച്ചേസ് നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ്. ഇനി ഇതന്നെ നമുക്ക് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം? നമുക്ക് ക്രെഡിറ്റ് പർച്ചേസസ് വരുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും പേര് തന്നിട്ടുണ്ടാവും. പർച്ചേസ്ഡ് ഫ്രം അനൂപ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫ്രം രജീഷ് എന്നൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസസ് ഫ്രം രജീഷ്. നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. അപ്പോൾ ഒരാളുടെ നെയിം തന്നിട്ടുണ്ട് എങ്കിൽ എന്താണ്? നമ്മൾ ക്രെഡിറ്റിലാണ് വാങ്ങുന്നത്. നമുക്ക് പർച്ചേസസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു രജീഷ് അക്കൗണ്ട്. എമൗണ്ട് നമ്മൾ എഴുതുന്നു. നമ്മൾ എന്ത് ചെയ്യുക? തൊട്ട് താഴെ നരേഷൻ കൊടുത്തിരിക്കണം കേട്ടോ. നരേഷൻ ഇവിടെ കൊടുത്തിരിക്കണം. ഇനി ഇത് ക്രെഡിറ്റ് സെയിൽ ആവാം അല്ലെ? നമുക്ക് ക്രെഡിറ്റ് സെയിൽ നടത്താം. ക്രെഡിറ്റ് സെയിൽസ് ഫ്രം രജീഷ്. നമ്മൾ ഇനിയിപ്പോൾ അത് ക്രെഡിറ്റ് സെയിൽ ആണ്. ഒരാളുടെ പേര് നമുക്ക് തന്നിട്ടുണ്ടാവും. ഡെഫിനറ്റ് ആയിട്ട് തന്നിട്ട് ക്രെഡിറ്റ് സെയിൽ ഫ്രം രജീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻട്രി എന്താ വേണ്ടത്? രജീഷ് അക്കൗണ്ട് ഡെറ്റർ. രജീഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽ വരുമ്പോൾ നമ്മൾ എഴുതണം ക്രെഡിറ്റ് സെയിൽ. നമ്മൾ നരേഷൻ എഴുതി കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളൊരു 5 ട്രാൻസാക്ഷൻസ് പഠിച്ചു. ഇനി എക്സ്പെൻസസ് വരാം, ഇൻകംസ് വരാം, സെയിൽസ് റിട്ടേൺസ് വരാം. നമ്മളിനി പർച്ചേസസ് റിട്ടേൺ ഫ്രം ടു ഫ്രം അല്ല, ടു ആണ്. ടു രജീഷ്. നമ്മൾ രജീഷിന് തിരിച്ച് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പം എന്താണ് നമ്മൾ എൻട്രി വരുന്നത്? നേരെ ഓപ്പോസിറ്റ് എൻട്രി വരിക. രജീഷ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് റിട്ടേൺ. കാരണം എന്താ? നമ്മൾ രജീഷിൻ്റെ നിന്ന് വാങ്ങിയത് നമ്മൾ ആൾക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. കണ്ടപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് 4 എണ്ണം. ഇനി ഇതേപോലെ സെയിൽസ് റിട്ടേൺസ് ഫ്രം. സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ഫ്രം ആണ് വരിക. ഫ്രം എന്ന് വെച്ചാൽ നമുക്ക് തിരികെ കൊണ്ടുവന്നു. ആര്? സെയിൽസ് റിട്ടേൺ ഫ്രം രജീഷ് നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നു. അപ്പം എന്താ നമ്മൾ എൻട്രി വരുന്നത്? നമ്മൾക്ക് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ. സെയിൽസ് ക്രെഡിറ്റ് ആണ് വെച്ചെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്താണ്? ഡെബിറ്റ് ആണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു രജീഷ്. കാരണം എന്താ? ഇനി നമുക്ക് രജീഷ് നമ്മുടെ ഡെബിറ്റർ അല്ല. ഓക്കെ, ഇപ്പോൾ അതൊക്കെയായി. ഇനി എക്സ്പെൻസസ് വരുമ്പോൾ ഏത് എക്സ്പെൻസസും ആവാം. ഇപ്പോൾ സാലറീസ് ആവാം, അല്ലെങ്കിൽ റെന്റ് ആവാം, ദെൻ അഡ്വർടൈസ്മെന്റ് ആവാം, എക്സെട്ര. എന്ത് വേണമാവാം. അപ്പൊ എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുക. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അങ്ങനെയാണ് നമ്മൾ എൻട്രി വരും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. സാലറി എന്ന് പറഞ്ഞൊരു എക്സ്പെൻസസ് ആണ്. ഇനി നമുക്ക് ഇൻകം ഇങ്ങോട്ടേക്ക് കിട്ടാം അല്ലെ? നമുക്ക് ഇൻകം കിട്ടുമ്പോൾ എന്താണ്? കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ ആണ് നമുക്ക് നോർമലി കിട്ടാറുള്ള ഒരു ഇൻകം. അപ്പൊ കമ്മീഷൻ റിസീവ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എൻട്രി വരിക? ക്യാഷ് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു
കമ്മീഷൻ. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ജേർണൽ എൻട്രീസ് വരിക. നരേഷൻ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നരേഷൻ എഴുതാതെ ഓരോന്നിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് വരുന്നതാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എബൌട്ട് ഒരു 10 എബൌട്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ നോക്കി. ഒരു 3, 4, 5, 6, 7, 8, 9 നമ്മളൊരു 10 എബൌട്ട് ട്രാൻസാക്ഷൻസ് നമ്മൾ നോക്കി. ദെൻ ക്യാഷിന് പകരം ചെക്കാണ് പറഞ്ഞത് എങ്കിൽ നമ്മൾ ആ ക്യാഷിൻ്റെ അവിടെ എന്ത് എഴുതാം? ബാങ്ക് എന്ന് എഴുതാം. ഇത്രയാണ് നമ്മൾ ബാങ്ക് ജേർണൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ജേർണലിൻ്റെ ഫോർമാറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF and LF and ഡെബിറ്റ് റുപ്പീസ് ആൻഡ് ക്രെഡിറ്റ് റുപ്പീസ്, ഇതാണ് നമുക്ക് വരിക. പർട്ടിക്കുലേഴ്സ്, ദെൻ LF, ദെൻ ഡെബിറ്റ് റുപ്പീസും ക്രെഡിറ്റ് റുപ്പീസും. ഓക്കെ, ഇവിടെ മാത്രം ഓരോ ട്രാൻസാക്ഷൻസ് കഴിയുമ്പോഴും വരയ്ക്കാം. ഇത്രയാണ് നമുക്ക് 8 മാർക്കിന് നമുക്ക് ജേർണൽ എൻട്രീസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും 2 ട്രാൻസാക്ഷൻസ് ആണ് മിസ് പറഞ്ഞ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ജേർണൽ എൻട്രീസ്. നല്ല പോലെ പഠിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ് 8 മാർക്കിൻ്റെ ഈ ഒരു പ്രോബ്ലം. നാളത്തെ എക്സാം എല്ലാവർക്കും ഈസി ആവട്ടെ. 8 മാർക്കിന് ഈ 2 പ്രോബ്ലം വേമേയും ചെയ്യാം, ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.